ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിജാസ് ഇക്കണോമിക് ക്ലാസ്സസ്. അടുത്തായിട്ട് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ചിട്ടാണ്. ഹ്രസ്വകാല ഉൽപാദന ധർമ്മം. പ്രൊഡക്ഷൻ ഫംഗ്ഷനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഒന്ന് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, രണ്ടാമത്തേത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പറയുന്നത് വൺ ഫാക്ടർ ഈസ് വേരിഡ്, ഓൾ അതർ ഫാക്ടേഴ്സ് ആർ കെപ്റ്റ് കോൺസ്റ്റന്റ്. ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് നോൺ ആസ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അതായത് ഒരു ഘടകം മാത്രം മാറ്റം വരുത്തി മറ്റ് ഘടകങ്ങളൊക്കെ സ്ഥിരമാക്കി നിർത്തിക്കൊണ്ടുള്ള ഉൽപാദന ധർമ്മത്തിന് പറയുന്ന പേരാണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷന് മറ്റു പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, വിഭേദക അനുപാത നിയമം. ദ ലോസ് ഓഫ് റിട്ടേൺസ്, ദ ലോസ് ഓഫ് റിട്ടേൺസ് ടു എ ഫാക്ടർ. അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒന്നാണ് ദ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു ഘടകം മാത്രം ചേഞ്ച് ചെയ്യുന്നു എന്ന് പറയുന്നത് ലേബർ എന്ന് പറയുന്ന ഒരു ഘടകത്തിൽ മാത്രം മാറ്റം വരുത്തി ബാക്കിയുള്ള എല്ലാ ഘടകങ്ങളും സ്ഥിരമാക്കി നിർത്തിക്കൊണ്ട്, ബാക്കി ലാൻഡ്, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഇതൊക്കെ നമ്മൾ സ്ഥിരമാക്കി നിർത്തിക്കൊണ്ടുള്ള ഉൽപാദന ധർമ്മത്തിനെയാണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ നമ്മൾ വീണ്ടും അതിനെ മൂന്നായിട്ട് തരംതിരിക്കുകയാണെങ്കിൽ ടി പി, എ പി, എം പി എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാം. ടി പി എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്റ്റ്, എം പി എന്ന് പറഞ്ഞാൽ മാർജിൻ പ്രൊഡക്റ്റ്, എ പി എന്ന് പറഞ്ഞാൽ ആവറേജ് പ്രൊഡക്റ്റ്. ഓക്കെ.